ട്രംപിന് ഫിഫ സമാധാന പുരസ്കാരം. ഫിഫ ലോകകപ്പിന് ഇനി മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്നാൽ ഫുട്ബോൾ മേളയ്ക്ക് മുമ്പ് തന്നെ കടുത്ത വിവാദങ്ങൾ അരങ്ങേറുകയാണ്. ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ ആണ് പുതിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. ഡിസംബർ 5-ന് ലോകകപ്പ് മത്സര ഗ്രൂപ്പുകൾ നിശ്ചയിക്കുന്നതിനായി നടന്ന നറുക്കെടുപ്പ് ചടങ്ങിനിടെയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫ സമാധാന പുരസ്കാരം ഇൻഫന്റിനോ സമ്മാനിച്ചത്. ഫിഫയുടെ പേരിൽ ഇതുവരെ ഒരിക്കലും നൽകിയിട്ടില്ലാത്ത ഒരു പുരസ്കാരം ട്രംപിന് നൽകിയെന്നതാണ് സംഭവത്തെ കൂടുതൽ വിവാദമാക്കുന്നത്. അതിലുപരി ഈ പുരസ്കാരം നൽകാനുള്ള തീരുമാനം ഫിഫയുടെ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെയോ ചട്ടപ്രകാരം നടന്ന നടപടികളിലൂടെയോ ആയിരുന്നില്ലെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഫിഫ സമാധാന പുരസ്കാരം എന്ന ആശയം പോലും ഫിഫയിലെ മറ്റുന്നതർ അറിയാതെ ഇൻഫന്റിനോ വ്യക്തിപരമായി എടുത്ത തീരുമാനമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ കോങ്കോ, റുവാണ്ട, സമാധാന കരാർ, ഇസ്രായേൽ പാലസ്തീൻ വെടിനിർത്തൽ, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം എന്നിവ അവസാനിപ്പിച്ചത് തന്റെ ശ്രമഫലമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും ദീർഘകാല സമാധാനം കൈവരിക്കപ്പെട്ടിട്ടില്ലെന്നും പല അവകാശവാദങ്ങളും അടിസ്ഥാനരഹിതമാണെന്നുമുള്ള വിമർശനങ്ങൾ ഇതിനകം തന്നെ ലോകവ്യാപകമായി ഉയർന്നിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ ട്രംപിന് സമാധാന പുരസ്കാരം നൽകിയത് അനുചിതവും അധാർമികവുമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പുരസ്കാര നേതാക്കളെ കണ്ടെത്തുന്നതിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരുന്നില്ല. സ്വതന്ത്രമായ വിധികർത്താക്കളെയും നിയോഗിച്ചിരുന്നില്ല. ഫിഫയുടെ ഔദ്യോഗിക ലക്ഷ്യങ്ങളിലോ കർമ്മ പദ്ധതികളിലോ ഇത്തരം ഒരു പുരസ്കാരങ്ങൾക്ക് ഇടമുണ്ടോ എന്ന കാര്യത്തിൽ പോലും പരിശോധന നടന്നിട്ടില്ല എന്നതാണ് ആരോപണം. ഫിഫയിലെ പല ഉന്നതരും പുരസ്കാര പ്രഖ്യാപനം കേട്ട് അമ്പരന്നതായാണ് റിപ്പോർട്ടുകൾ. മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും കടുത്ത പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ട്രംപിന് സമാധാന പുരസ്കാരം നൽകിയതിന്റെ ധാർമ്മികത ചോദ്യം ചെയ്തപ്പോൾ ഫെയർ സ്ക്വയർ എന്ന സംഘടന ഫിഫയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് ഔദ്യോഗികമായി പരാതി സമർപ്പിച്ചു. 500 കോടിയിലധികം വരുന്ന ലോക ഫുട്ബോൾ ആരാധകരുടെ പേരിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ ഇൻഫന്റിനോയ്ക്ക് എന്ത് അധികാരമാണെന്നുള്ള ചോദ്യവും ശക്തമാകുന്നുണ്ട്. ട്രംപിന് നൊബേൽ സമാധാന പുരസ്കാരം നൽകണമെന്ന് മുൻപ് അഭിപ്രായപ്പെട്ടിരുന്ന ഇൻഫന്റിനോ അത് സാധ്യമാകില്ലെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് ഫിഫയുടെ പേരിൽ പുതിയൊരു പുരസ്കാരം രേഖപ്പെടുത്തി ട്രംപിനെ തന്നെ അർഹനാക്കി ഔദ്യോഗിക ചടങ്ങിൽ നേരിട്ട് സമ്മാനിച്ചെന്ന വിമർശനവും ഉയരുന്നു. ഇതോടെ രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കണമെന്ന ഫിഫയുടെ പ്രഖ്യാപിത നയം ലംഘിക്കപ്പെട്ടു എന്നാണ് ആരോപണം. വർണ്ണവിവേചനത്തിനും വംശീയതയ്ക്കുമെതിരെ സൂചനാ പ്രതിഷേധം നടത്തിയ കളിക്കാർക്ക് പോലും പിഴയും സസ്പെൻഷനും ഏർപ്പെടുത്തിയിട്ടുള്ള ഫിഫ അതേ ഫിഫയുടെ പ്രസിഡന്റാണ് വംശീയതയോടും കടുത്ത കുടിയേറ്റ നയങ്ങളോടും ചേർന്ന് നിൽക്കുന്ന നേതാവിന് ബഹുമതി നൽകിയത്. 2026 ലോകകപ്പ് ഫുട്ബോൾ യുഎസ്, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടക്കുന്നത്. എന്നാൽ ഈ രാജ്യങ്ങളുമായി വ്യാപാര കുടിയേറ്റ വിഷയങ്ങളിൽ നിരന്തരം സംഘർഷം സൃഷ്ടിക്കുന്ന നിലപാടുകളാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഫിഫ തെരഞ്ഞെടുത്ത ചില യുഎസ് നഗരങ്ങൾ മാറ്റണമെന്ന ആവശ്യവും ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണെന്ന ആരോപണവും ശക്തമാണ്. ലോകകപ്പ് ആതിഥേയത്വം സാധാരണയായി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ സ്വാഗതം ചെയ്യുന്നതിന്റെ പ്രതീകമാകുമ്പോൾ ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഉയർന്ന ടിക്കറ്റ് നിരക്കുകളും സംപ്രേഷണ അവകാശ വിൽപ്പനയും വഴി ഫിഫ ലാഭം ലക്ഷ്യമിടുമ്പോൾ ലോകകപ്പിനെ സ്വന്തം രാഷ്ട്രീയ പ്രതിച്ഛായ ശക്തിപ്പെടുത്താനുള്ള അവസരമായി ട്രംപ് കാണുന്നുവെന്ന വിമർശനവും ശക്തമാണ്. ഫുട്ബോൾ മൈതാനത്ത് ആദ്യ കിക്ക് ഓഫ് നടക്കും മുമ്പേ കളത്തിന് പുറത്തുള്ള ഫൗളുകൾ ലോകകപ്പ് വേദിയെ മൂടിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.